ദീപകിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയായ സൈബർ കൊലയാളിച്ചി ഷിംജിതയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ 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 സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പോലീസിനോട് രണ്ട് വാക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല സാറേ, കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ നികുതിപ്പണത്തിൽ ആയിരക്കണക്കിന് ജീപ്പുകൾ കേരളത്തിന്റെ സംസ്ഥാനങ്ങളുടെ 14 ജില്ലയ്ക്കകത്തും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് കാറിൽ കൊണ്ട് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സാറേ? ഒരു സംശയം ചോദിക്കുകയാണ്. പാവം, ഞങ്ങളും നിങ്ങൾക്ക് ശമ്പളം തരുന്ന ആളുകളാണ്, നികുതി കിട്ടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ്. പോലീസ് ജീപ്പൊന്നും ഇല്ലേ? എല്ലാ പോലീസ് ജീപ്പും ഓയിൽ സർവീസിന് പോയോ വർക്ക്ഷോപ്പിലേക്ക്? എല്ലാ പോലീസ് ജീപ്പിനും ഓയിൽ സർവീസിന് അയച്ചിട്ട് പ്രൈവറ്റ് കാറിലാണോ ഇവളെ കൊണ്ടുപോകണം? ഇവൾ ആരാണ്? ഈ ഷിംജിത പറഞ്ഞവൾ ആരാണ്? ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. നോബൽ സമ്മാനം വാങ്ങിയ ജേതാവാണോ? ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയ ആളാണോ? ഓസ്കാർ വാങ്ങിയ ആളാണോ? അതോ രാജ്യത്തിന്റെ ഭാരതരത്നം വാങ്ങിയ ആളാണോ? കേരളത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുണ്ടോ? ഇവള് എന്ത് കുറ്റവാ ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിലാണ് ഒരുത്തൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും? ഇവളെയൊക്കെ തെരുവീതികളിൽ വലിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. പൊതുജനങ്ങൾ മൊത്തം കാണണം. ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഉള്ളത് ഓപ്പണായിട്ട് പറയും. അത് ആര് തെറ്റ് ചെയ്താലും, നമ്മൾ സ്വന്തം എന്റെ തന്ത തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയും. അതിന് മുകളിലൊന്നുമല്ല ഒരുത്തി. അല്ല, ഇവളെയൊക്കെ നിങ്ങൾ പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോയിട്ട് എന്തുണ്ടാക്കാനാണ്? പൊതുവേദികളിൽ നടത്തിക്കണം. ചങ്ങലക്കിട്ട് നടത്തിക്കണം. പോലീസ് ജീപ്പിലേക്കല്ലേ കൊണ്ടുപോകേണ്ടത്? അതിനാണല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് ജീപ്പ് വാങ്ങിച്ചു തന്നത്, അല്ലേ? ഞങ്ങളുടെ നികുതിപ്പണത്തിൽ നിങ്ങൾക്ക് ഇരുന്ന് നെളിഞ്ഞിരുന്ന് പോവാൻ ജീപ്പ് മാത്രം വാങ്ങിച്ചു തന്നല്ല, പ്രതികളെ കൊണ്ടുപോവാൻ, കൊലയാളികളെ കൊണ്ടുപോവാൻ, തെറ്റ് ചെയ്തവരെ കൊണ്ടുപോവാൻ, നിരപരാധികളെ കൊണ്ടുപോവാൻ. ഇതിനൊക്കെയാണ് ജീപ്പ്. ഇതൊക്കെയല്ല ഉപയോഗിക്കേണ്ടത്. ഇത്രത്തോളം അതപ്പൊതിച്ചോ ജീപ്പിൽ കയറ്റാതെ? ഇവള് ആരാണ്? ഇവള് എന്ത് പുണ്യമാണ് കേരളത്തില് ചെയ്തിട്ടുള്ളത്? 5 വർഷം ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതെന്തോ ആവട്ടെ, അത് ഇവിടെ രാഷ്ട്രീയം പറയല്ല. ഇവള് ഒരു പുണ്യവതിയുമല്ല. ഇവള് ഒരു കുടുംബത്തിന്റെ അത്താണിയെ തകർത്തവളാണ്. ആ മാതാപിതാക്കളുടെ കരച്ചിൽ കേട്ടില്ല നിങ്ങള്? ആ മാതാപിതാക്കളുടെ കരച്ചിൽ, ആ അമ്മ കരയുന്ന കരയല്, ആ അച്ഛൻ കരയുന്ന കരയല്, അത് കണ്ട് കേരളം ഒന്നടങ്കം കരഞ്ഞില്ലേ? ഇവൾക്ക് ഒരാളും സപ്പോർട്ടില്ല. ഇവളുടെ പിന്നിൽ ആരുമില്ല. പക്ഷേ ഇവളെ നിങ്ങൾ എത്ര സേഫ് ആക്കിയിട്ടാണ് പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോയത്? അതിനൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കേരളത്തിൽ പോലീസ് ജീപ്പുണ്ട്. ആ ജീപ്പിലാണ് കൊണ്ടുപോകേണ്ടത്. ഇവളെ ഇപ്പൊ സംരക്ഷിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്തോ ആവട്ടെ, 2 ആഴ്ച റിമാൻഡ് ചെയ്തല്ലോ, വളരെ സന്തോഷമുണ്ട്. കുറച്ച് അനുഭവിക്കട്ടെ. സ്വന്തം മലയുടെ കാരണം ജയിലിനകത്ത് പോയ രാജ്യത്തിലെ ഏക വ്യക്തി, ഏക വനിത, അത് ഇവളായിരിക്കും. മിക്കവാറും PSCയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും PSC ഒക്കെ പഠിച്ചോളി, ചോദ്യോത്തരം വരും കേട്ടോ. അപ്പൊ ഇതൊന്നും ശരിയല്ല. ഇവളെയൊക്കെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. പൊതുജന മധ്യത്തിൽ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. പിന്നെ കുറെ ആളുകള് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുന്നേ പ്രതികരിച്ചപ്പോ, നിന്റെ വീട്ടിലും ഈ ഒരു അവസ്ഥ വരും, ഒരു പെണ്ണിന്റെ അവസ്ഥ. എന്റെ വീട്ടിൽ എന്റെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യില്ല. എന്റെ വീട്ടിൽ എന്റെ പെങ്ങന്മാരോ ഭാര്യയോ പെൺമക്കളൊന്നും ഇങ്ങനെ ഈ ജാതി മറ്റേ പണി ചെയ്യില്ല. ഒന്ന്, നിനക്കും വരും, നീയും അനുഭവിക്കും. നീയും ഇതുപോലെ ഏതെങ്കിലും പോയി പെടും. ഒരു പെടലുമില്ല. പടച്ചവനിൽ വിശ്വസിച്ചാ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അനീതിയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഈ ജാതി മറ്റേ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. ഇതെന്താ അത്? കേരളം നന്നായിട്ട് കണ്ടില്ലേ? അപ്പോ നിന്റെ വീട്ടിലൊക്കെ വരും, നിനക്ക് നാളെ ഭാവിയിൽ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റോളികള് കമന്റ് ചെയ്യാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിന്റെ വീട്ടിലൊന്നും ഇതുപോലെ വരാതിരിക്കട്ടെ കേട്ടോ. ഒരു കുടുംബത്തിന്റെ അത്താണിയെ തകർത്തവളാണ്. ഒരു കുടുംബനാഥൻ, മാതാപിതാക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു നാഥനെയാണ് സൈബർ കൊലയാളിച്ച് കൊന്നത്. പീഡനം, ഹറാസ്മെന്റ്, ഇതിന് എന്തൊക്കെ വേണമെങ്കിലും പറയാം. അപ്പോ ബഹുമാനപ്പെട്ട പോലീസിനോട് ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തതൊക്കെ ശരിയാണ്. അവള് ദുബായിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്ന് കുറെ, അവസാനം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കുടുംബക്കാരുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. പോലീസ് ജീപ്പിലൊക്കെ കൊണ്ടുപോകണം. ഇവളെയൊക്കെ പബ്ലിക്കില് ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. ഇവള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പർദ്ദയൊന്നും കണ്ടില്ലല്ലോ. അതാ രസം. ഇനി പർദ്ദയെ അനുകൂലിക്കുന്നവര് പൊങ്കലിടാൻ വരണ്ട. ഉള്ളത് ഓപ്പണായിട്ട് ഏത് അപ്പനാണെങ്കിൽ പറയും. ഇവള് ബസ്സിൽ യാത്ര ചെയ്തല്ലോ, അപ്പൊ പർദ്ദയൊന്നും കണ്ടില്ല. ഇപ്പൊ പർദ്ദയായി, മാസ്കായി. ഇവള് എന്ത് മുഖം മറച്ചിട്ടും ഒരു കാര്യമില്ല. ലോകം ഒന്നടങ്കം കണ്ടു. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായി. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഞാൻ ഇന്ന് തലയിൽ മുണ്ടിട്ട് നടന്ന ഇന്നലെ ഇന്നൊക്കെ
മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നു. കാരണം என்ன பாய் உங்க ஊர்ல எல்லாம் கேரளால ஒரு பொம்பளை, அது முஸ்லீம் பொம்பளை இப்படி எல்லாம் பண்றாங்க, என்ன பாய் ഇതെല്ലാം കൊടുമേ. അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുന്നു എന്താ ചെയ്യാ തലി. അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴപ്പ് ബായി, കഴപ്പ് മുള്ളും മുറുക്ക് മരത്തില ഇറങ്ങി ഏറണോ, ஏறி இறங்கினா சரியாகும், என்ன பண்றது இப்படியெல்லாம் ஆச்சு, அது வாழ்க்கையில இப்படி நடக்கணும்னு ஒண்ணு இருக்கு, அது நடந்து ஆகணும், அது நடந்தது, என்ன பண்றது பாய். കേരളാവിലെ എല്ലാ പൊമ്പളകളും അപ്പടിയെല്ലാം കിടയാത്, ചില പൊമ്പളകൾ ഇപ്പടി ഒന്നും പണ്ണ മുടിയാത് എന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. തടി തപ്പി. ഇപ്പൊ ഇതാണ് അവസ്ഥ. എവിടെ പോയാലും ഇവളാണ്. അന്താരാഷ്ട്ര തലത്തില്, അറബി നാട്ടില്, അറബി ന്യൂസില്, തമിഴ് ന്യൂസില്, തമിഴന്മാര്, മലയാളികള്, കന്നഡക്കാര്, ലോകത്തുള്ള സകലമായ ആളുകളും ഇവളെ പ്രായിട്ടുണ്ട്. ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കിയവളാണ്. എന്തിനാണെങ്കിലും തക്കതായ ശിക്ഷ, ഞാൻ പറഞ്ഞ പോലെയുള്ള ശിക്ഷയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ശരി, എന്താവട്ടെ, അറസ്റ്റായി ഉള്ളിൽ പോയി കിടന്നല്ലോ, സന്തോഷമുണ്ട്. ഇനിയിങ്ങനെ ആരും ദയവ് ചെയ്ത് റീച്ചിന് വേണ്ടി ഈ പണിയൊന്നും ചെയ്യരുത്. എല്ലാവരും നല്ലപോലെ ജീവിക്കുക. സ്ത്രീകൾക്ക് പവിത്രതയുണ്ട്. സ്ത്രീകൾ, ഞാൻ സാധാരണ പറയും പോലെ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും, സ്ത്രീകൾ എന്ന് വെച്ചാൽ പോരാളിയാണ്. ഇത് പോരാളിയല്ല, ഇത് വേറെ വല്ലതുമാണ്. അപ്പൊ ഇതുപോലെ നടക്കരുത്. നിങ്ങൾക്ക് റീച്ചിനോട് താല്പര്യമുണ്ടോ? സത്യസന്ധമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട യുവതി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റീച്ച് വേണോ? കേരളത്തിൽ ഓരോ ദിവസവും 100-ൽ പരം അനീതികൾ നടക്കുന്നുണ്ട്. ആ അനീതികൾക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നല്ലപോലെ ശബ്ദമുയർത്തുക. നിങ്ങളൊന്നും ചോദിക്കണ്ട, റീച്ച് താനേ വരും, താനേ വരും. ചോദിച്ചു പോണ്ട, ഇങ്ങോട്ട് വരും. അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് അനീതികളുണ്ട്, അതൊക്കെ ചെയ്യുക. അതൊക്കെ അനീതികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക. അത് സമൂഹം കാണണം. ഇങ്ങനെ തുപ്പുന്നതും തൂറുന്നതും മറ്റേതുകൊണ്ട് മുട്ടിക്കലും ഇതൊക്കെ കാണിച്ചിട്ട് ഒരു കുടുംബത്തിനെ കൊലക്കി കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇഹലോകം മാത്രം ജീവിച്ച പോരാ ഷിഞ്ചിതേ, പരലോകത്തൊരു ജീവിതമുണ്ട്. ഒരു ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നീ സമുദായത്തിനെയും നാറ്റിച്ചു, സമൂഹത്തിനെയും നാറ്റിച്ചു, കേരളത്തെയും നാറ്റിച്ചു, ഇന്ത്യയെയും നാറ്റിച്ചു. ഇത് നീ എവിടെ പോയി കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊന്നും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും നല്ലപോലെ ജീവിക്കുക. എന്തിനാണെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ വിഷയത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നമ്മുടെ കേരളത്തിന്റെ പുണ്യമാക്കപ്പെട്ട നന്മയുള്ള മനസ്സിന്റെ ഉടമകളായ മലയാളികൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഒറ്റക്കെട്ടായി നിന്നു, ഒറ്റക്കെട്ടായി എതിർത്തു. അതാണ് കേരളം. ഇങ്ങനെ തന്നെ നമ്മുടെ നാട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നന്ദി, നമസ്കാരം.